മുതലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി മുതലാളിമാർ പല കള്ളക്കഥകളും ഉണ്ടാക്കാറുണ്ട്. ചെയ്തത് തെറ്റാണെങ്കിലും റോഡിൽ വെച്ചവനെ ഇദ്ദേഹം തല്ലിയന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ്? യൂണിയനോടുള്ള വൈരാഗ്യം മാത്രമാണോ? ഇതുവരെ കേട്ടതിൽ നിന്ന് യൂണിയനോട് അത്രമാത്രം വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം മിസ്റ്റർ മുരളീധരൻ ഇല്ല. വത്സനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിരുന്നു. അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നോട്ടീസ് അയച്ചിരുന്നു. സർ, ഞാൻ ആകെ കടത്തിലായിരുന്നു. ഉത്സവ സമയത്തെ കളക്ഷൻ കൊണ്ട് ആ കടങ്ങൾ വീട്ടാമെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാ ആ ദ്രോഹി എന്നെ പിന്നിൽ നിന്ന് കുത്തിയത്. രൂപ കേട്ടത് സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? അതൊന്നും തന്നെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ അല്പം മനുഷ്യത്വം വേണം. ഒരാരോപണം വരുമ്പോ പരിഗണന മനുഷ്യത്വത്തിനല്ല, കാര്യകാരണങ്ങളും തെളിവുകളുമാണ് പ്രധാനം. എനിക്കാരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല. ഇയാൾ ധിക്കാരിയാണെന്ന് സാറിന് ഇപ്പൊ മനസ്സിലായല്ലോ. അതുകൊണ്ടാ അനുരഞ്ജനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്പലക്കടവിലേക്കുള്ള ഒരേ ഒരു ബസ്സാ അത്. യാത്രക്കാരൻ നടന്നോട്ടുന്നോ? ഒരു ഓഫീസറായിട്ടല്ല, ഒരു ഇടനിലക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാ, നിങ്ങളൊരു കോംപ്രമൈസിലെത്തണം. ഞങ്ങൾ ഒരുക്കമാണ് സർ. വത്സനെ തിരിച്ചെടുക്കണം, മാപ്പ് പറയണം, പിരിച്ചുവിട്ട അന്ന് മുതലുള്ള നഷ്ടവും കൊടുക്കണം. സർ, ഞാനൊരു കോംപ്രമൈസിന് തയ്യാറാണ്. കട്ടുകൊണ്ടുപോയ രൂപ മുഴുവൻ അവൻ എനിക്ക് തിരിച്ചു തരണം. ഒരു കള്ളനെ ജോലിക്കെടുക്കുന്ന പ്രശ്നമില്ല, ശമ്പളം കൊടുക്കുന്ന കാര്യം ഉദിക്കുന്നേ ഇല്ല. അനുഭവിച്ചറിഞ്ഞാലേ നീയൊക്കെ പഠിക്കൂ. നീ എന്നെ ഒരു പുല്ലും പഠിപ്പിക്കാനില്ലടാ.